തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത കാവത്തിലേക്ക് മുങ്ങിക്കിടക്കും വിധം വെള്ളവും പാകത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. നല്ലോണം ഉടച്ചെടുത്ത ശേഷം അരക്കപ്പോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. നന്നായി യോജിപ്പിച്ചെടുക്കുന്നതോടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കാവത്ത് റെഡിയായി. കാവത്ത് എന്നത് കൂടാതെ ഇതിന് കാച്ചിലെന്നും പറയാറുണ്ട്. യൂഷ്വലി ഇത് വൈറ്റ് കളറിലാണ് കാണാറുള്ളത്. നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ള പർപ്പിൾ കളറിലുള്ള കാവത്തിലാണെങ്കിലും ഒരുപാട് ആന്റി ഓക്സിഡൻസും വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പർപ്പിൾ യാം ഒരു അടിപൊളി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. തേങ്ങയൊക്കെ ചേർത്തുണ്ടാക്കിയത് കൊണ്ട് ഈ കാച്ചിലിങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. മീൻ കറിയോടൊപ്പം കഴിക്കാനാണ് എനിക്കേറെ ഇഷ്ടം. നമ്മൾ ഇന്ന് കോമ്പിനേഷനായി മത്തിക്കറിയും മത്തി പൊരിച്ചതും എടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ കുറച്ച് കാന്താരിമുളകും. കഴിച്ചാൽ ഒരുപാട് ഗുണങ്ങളും കാണാൻ നല്ല ഭംഗിയുമുള്ള ഈ പർപ്പിൾ കാവത്ത് കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമന്റ് ചെയ്തേക്കണേ.